കണ്ണൂരിലെ CPM-ലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിനെതിരെ സൈബർ ഇടത്തിൽ ഭയങ്കര അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള ധാരാളം പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രചാരണത്തിൻ്റെ ആളുകൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, കണ്ണൂരിലെ CPM-നെ തകർക്കണമെങ്കിൽ ആദ്യം ജില്ലാ സെക്രട്ടറിനെ തകർക്കണം, അതിനുശേഷം പാർട്ടി തകർക്കാൻ പറ്റൂ. ഇതാണ് ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷനിൽ പരാജയം നേരിട്ടതിന് ശേഷമാണിത് തുടങ്ങിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോര് എന്താണ് അർത്ഥമാക്കുന്നത്? KK രാഗേഷിനെതിരെയുള്ള ഒരു യുദ്ധം മാത്രമല്ല. സാധാരണ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും വിശ്വസ്തനായ ഒരു ആളായിട്ടാണ് വരിക. അവിടെ അവർ വളരെ കൃത്യമായിട്ട് ആളെ കണ്ട് തെരഞ്ഞു പിടിച്ച് ചെയ്യുന്നതാണ്. മറ്റു ജില്ലകളിലെ പോലെയല്ല. കണ്ണൂരാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അറിയപ്പെടുന്നത്. KK രാഗേഷ് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നയാളാണ്. അവിടെ നിന്നൊരു പ്രത്യേക ഘട്ടത്തിൽ അവിടുന്ന് മാറ്റിയിട്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത്. അത് വളരെ ആസൂത്രിതമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പെർഫോമൻസ് കണ്ണൂരിൽ ഉണ്ടാക്കണം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. നിർഭാഗ്യവശാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും വലിയ അടി ഏൽക്കേണ്ടി വന്ന ജില്ല കണ്ണൂരാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും 2 വിമതന്മാർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. മറ്റ് മണ്ഡലങ്ങളിലാണെങ്കിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. അഴീക്കോട്, കല്യാശ്ശേരി, തലശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ വലിയ 10,000 കണക്കിന് വോട്ടുകൾ കുറഞ്ഞു. മട്ടന്നൂർ ഒക്കെ വോട്ടുകൾ കുറഞ്ഞു. പൊതുവിൽ KK രാഗേഷ് ആ സമയത്ത് എടുത്ത ചില നിലപാടുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പയ്യന്നൂരിലൊക്കെ കുഞ്ഞികൃഷ്ണനെ പോലുള്ള വിമതന്മാർക്ക് സഹായകമാവുകയും ചെയ്തു എന്നുള്ള വിമർശനമുണ്ട്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ മാഷുടെയും ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ആക്രമിച്ചുകൊണ്ട് തന്നെ അതിനെതിരായ ഒരു നിലപാട് രൂപപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ധാരാളം പേർ കണ്ണൂരിലുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് അകാരണമായി ഒഴിവാക്കപ്പെട്ട P ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ് അസ്വസ്ഥനായി നിൽക്കുമ്പോൾ KK രാഗേഷിനെ പോലെ പാരമ്പര്യം കുറഞ്ഞ ഒരാൾക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിലനിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും P ജയരാജൻ്റെ ആളുകൾ ഈ സൈബർ യുദ്ധത്തിൽ KK രാഗേഷിനെതിരെ നിൽക്കുന്നുണ്ട്. P ജയരാജനെ എതിർക്കുന്ന ആളുകളാണ് പൊതുവിൽ KK രാഗേഷിന് വേണ്ടി പലപ്പോഴും സൈബർ ഇടത്തിൽ ന്യായീകരണമായിട്ട് വരുന്നത്. അതിന് രസകരമായ ഒരു കാര്യം, CPM-ൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ സെക്രട്ടറിയുടെ കഴിവുകളെക്കുറിച്ചും കഴിവുകേടിനെക്കുറിച്ചും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അതിനുണ്ടാവാറില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ പാർട്ടി സഖാക്കൾ ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ചില ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു തമാശ. ഇല്ല ഇല്ല. പക്ഷേ ജില്ലാ കമ്മിറ്റിയിലുള്ള ചില ആളുകൾ പോലും ഈ യുദ്ധത്തിൽ ഒരു പക്ഷം പിടിച്ചിട്ടുണ്ട്. ഇത് ശരിയായ രീതിയല്ല. പക്ഷേ രാഗേഷിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ രാഗേഷിൻ്റെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ വലിയ തെറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ അതേപടി അനുസരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കാരണം അദ്ദേഹത്തിന് മുകളിൽ MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ സർവാധിപതി ഉണ്ട്. അപ്പോൾ ഈ സർവാധിപതിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കീഴിലുള്ളൊരു ചെറിയ ഒരു റോള് മാത്രമേ രാഗേഷിന് ഈ പരാജയത്തിലുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിഴ മുഴുവൻ രാജേഷാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അസാധാരണമായ ഒരു സാഹചര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയ വഴി ഒരു പാർട്ടിയുടെ ഭാരവാഹിയെ തീരുമാനിക്കുക അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക, അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിക്ക് ചേരുന്ന കാര്യമല്ല. അല്ല, രാഗേഷ് ഈ വ്യക്തിപരമായി രാഗേഷിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അങ്ങനൊരു ഉത്തരവാദിത്വം KK രാഗേഷിനുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിന് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊതുവിലെടുത്ത തീരുമാനം, സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം, അങ്ങനെയാണല്ലോ. അത് രാഗേഷിന് മാത്രമായിട്ട് അതിനകത്തൊന്നുമില്ല. പിന്നെ രാഗേഷിന് പറ്റിയ മണ്ടത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം ന്യായീകരിക്കുമ്പോൾ വസ്തുനിഷ്ഠത ഇല്ലാതെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ആന്തൂരിലെ സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് PK ശ്യാമളയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണ വിധേയായ PK ശ്യാമളയെ തന്നെ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ മത്സരിപ്പിച്ചത്. പയ്യന്നൂരിൽ മധുസൂദൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ മധുസൂദനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മത്സരകത്തുണ്ടാവുമായിരുന്നില്ല. മറ്റൊരാളെ കൊടുത്ത് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ശ്യാമള മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ TK ഗോവിന്ദൻ മത്സരരംഗത്ത് വരുന്ന പ്രശ്നമില്ല. അങ്ങനെ
പക്ഷെ അതൊന്നും കെ രാഗേഷ് തനിച്ചെടുത്ത തീരുമാനമാവണമെന്നില്ല. രാകേഷ് തലയിലേക്ക് ഇത് കെട്ടിവെക്കുക എന്ന് പറയുന്നത് അതെ, അതിൻ്റെ കാര്യമില്ല. കാരണം ഇത് എം വി ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക മാത്രമായിരിക്കും രാകേഷ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ കണ്ണൂർ പോലുള്ളൊരു ജില്ല, നമുക്ക് എല്ലാവരും കരുതുന്നത് കണ്ണൂർ വളരെ കെട്ടുറപ്പുള്ളൊരു പാർട്ടിയുള്ളത്, CPM ഏറ്റവും കെട്ടുറപ്പുള്ളൊരു ജില്ലയായിട്ട് കരുതപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ. ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കന്മാരും കണ്ണൂരിൽ നിന്നാണ് വരാറുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇതേപോലെയുള്ളൊരു പടലമിണക്കമോ അല്ലെങ്കിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഉണ്ടാവുന്നതിന് കാരണം? അല്ല, അത് കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന പരിവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മുമ്പ് എം വി രാഘവനെ പോലെ ശക്തനായ ഒരാൾ വിട്ടുപോയപ്പോൾ പോലും കണ്ണൂരിലെ പാർട്ടി ഒരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ രാഘവനെതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചേരിതിരിവുകളുണ്ട്. കുറേ കൂടി ആളുകൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാവുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ്, എല്ലാ കാലത്തും കണ്ണൂരിലെ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. ഈ സംസ്ഥാന തലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കണ്ണൂരിലെ പാർട്ടി നേതാക്കൾക്ക് ഒറ്റ അഭിപ്രായം ഉണ്ടാവാറുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുക. അത് അവസാനിച്ചിരിക്കുന്നു. കണ്ണൂരിൽ പലരും പല വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, പല തുരുത്തുകളിലാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പോരാട്ടത്തിനിടയിൽ രസകരമായ ഒരു കാര്യം, മുമ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന മനു തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചില പോസ്റ്റുകൾ ഇടുണ്ടായി. അദ്ദേഹം വളരെ സത്യസന്ധനായ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ ബുദ്ധിപരമായിട്ട് ശേഷിയുള്ള ആളാണ്. അദ്ദേഹം ഇതെല്ലാം കണ്ടും അടുത്ത രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് കണ്ണൂരിലെ മാഫിയ ബന്ധങ്ങളുള്ള നേതാക്കൾക്കെതിരെ യുദ്ധം ചെയ്തതിൻ്റെ പേരിലാണ്, സമരം ചെയ്തതിൻ്റെ പേരിലാണ്. അങ്ങനെ മാഫിയ ബന്ധങ്ങളുള്ള, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്, സുരക്ഷിതരായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന് അറിയാം, ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, യുവജന പ്രസ്ഥാനത്തെ നയിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ പല തലങ്ങളിലുള്ള ആശയ പ്രകടനങ്ങൾ കണ്ണൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അത് പഴയ ഗോത്ര ആ സ്വഭാവത്തിൽ നിന്ന് കണ്ണൂർ കുറേ കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തർക്കം അതൊരു ജനാധിപത്യവൽക്കരണത്തിൻ്റെ സൂചനയാണ്. നേതാക്കളെ അന്ധമായിട്ട് വിശ്വസിക്കുക, അവരുടെ വാക്കുകൾ വിമർശനം ഇല്ലാണ്ട് ചെവിക്കൊള്ളുക, എല്ലാം അതേപടി കണ്ണടച്ച് വിശ്വസിക്കുക, അത്തരം ശീലങ്ങളിൽ നിന്ന് കണ്ണൂരിലെ സഹാക്കൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങളുടെ? ഒന്നുകിൽ രാകേഷിനെ ബലി കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് കണ്ണൂരിലെ പാർട്ടിക്ക് പുതിയൊരു സെക്രട്ടറിയെ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലെങ്കിൽ രാകേഷ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് ദുരന്തങ്ങൾ അനുഭവിക്കാൻ അവർ തയ്യാറാവേണ്ടി വരും. എന്തായാലും ചില നടപടികൾക്ക് CPM തീരുമാനിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലാകെ വേണ്ടി വരും. കാരണം അത്രയും വലിയൊരു സെറ്റ് ബാക്കാണ്, തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് എങ്ങനെ ഇപ്പോൾ വിശാല സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേരുമ്പോൾ അത് ഏത് നിലയ്ക്കാണ് പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടി വരും. ചിലരെയൊക്കെ മാറ്റി നിർത്തേണ്ടി വരും, ചിലരെയൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടി വരും. കണ്ണൂരിനെ സംബന്ധിച്ച് P ജയരാജനെ പോലുള്ളവർ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനും സംസ്ഥാന നേതൃത്വത്തിൽ പിടിമുറുക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാണോ എന്നുള്ളത് നമുക്ക് ഈ വിശാല സംസ്ഥാന കമ്മിറ്റിയൊക്കെ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ.